പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടാൻ പോണ്ടിച്ചേരി സർവകലാശാല അക്കാദമിക വർഷം ഏപ്രിൽ 30 അവസാനിപ്പിക്കുമെന്നാണ് സർവകലാശാല സർക്കുലർ. 15 ദിവസം മുൻപ് അക്കാദമിക് വർഷം അവസാനിപ്പിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധമുണ്ട്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. മാർച്ച് 30 യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ ഭാഗത്ത് നിന്നും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം ലഭിക്കുകയുണ്ടായി. LPG ക്രൈസിസ് മൂലം എക്സാമുകൾ ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഏപ്രിൽ മാസത്തോടുകൂടി എക്സാമുകൾ പൂർത്തീകരിച്ച് മെയ് മാസം ആദ്യത്തോടുകൂടി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് അതത് സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മടങ്ങി പോകണം എന്നുള്ളത് മാത്രമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള സന്ദേശം. രാജ്യത്ത് LPG ക്ഷാമം നേരിടുന്നില്ലെന്നും അതുമൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാധിക്കപ്പെടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനത്തിന്റെ പൊള്ളത്തരത്തെയാണ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനും കേന്ദ്രവും ചേർന്ന് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി ഒരു കേന്ദ്ര സർവകലാശാല നിശ്ചയിച്ച സമയത്തിൽ നിന്നും 15 ദിവസം മുൻപ് തന്നെ അടച്ചുപൂട്ടാൻ പോവുകയാണ്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്ന സാഹചര്യം, മെനു ചുരുക്കുന്ന സാഹചര്യം, അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സർവകലാശാല അതിന്റെ പ്രവർത്തന ദിവസം ചുരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികളോട് നേരത്തെ വീട്ടിൽ പോകണമെന്ന് പറയുന്നത് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടാണ്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എത്രത്തോളം രൂക്ഷമാണ് അവിടെയുള്ള സാഹചര്യം? എന്താണ് യൂണിവേഴ്സിറ്റി അധികൃതർ നൽകുന്ന വിശദീകരണം? ജില്ലാ യൂണിവേഴ്സിറ്റി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദീകരണങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. മാർച്ച് 30 ഇറങ്ങിയ ഒരു സർക്കുലർ അതുമാത്രമാണ്. അതിൽ പക്ഷേ ഈ പാചകവാതക പ്രതിസന്ധി എന്നൊന്നും പറയുന്നില്ല, കാരണങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 30 അവസാനിക്കും. അതിനുള്ളിൽ പരീക്ഷകളും ഇന്റേണൽ പരീക്ഷകളും അതുപോലെ തന്നെ ലാബ് പ്രാക്ടിക്കൽ എക്സാമുകളും എല്ലാം തന്നെ തീർക്കണം എന്നുള്ളതാണ്. PhD പഠിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളുണ്ട് പോണ്ടിച്ചേരി സർവകലാശാലയിൽ. പക്ഷേ അവർക്കൊക്കെ ഇതൊരു വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് ഈ പറഞ്ഞ 15 ദിവസം മുമ്പ് അക്കാദമിക് ഇയർ അവസാനിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ്, വലിയ ആശങ്കയാണ് വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കൂടി വിദ്യാർത്ഥികൾ ഇറങ്ങുന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ, വളരെ സുപ്രധാനമായ ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. SFI നാളെ അവിടെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നുവരെ ഇപ്പോൾ ഈ ഒരു സമയം വരെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും, പ്രത്യക്ഷ പ്രതിഷേധത്തിലൊന്നും വിദ്യാർത്ഥികൾ പോയിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യം വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. കാരണം പലവിധ കോഴ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ ചില കോഴ്സുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ എന്തായാലും ഈ പറഞ്ഞ ഇന്റേണൽ എക്സാം അതൊന്നും നടത്തേണ്ടതില്ല. നിലവിലുള്ള മാർക്കുകൾ, അതുപോലെ തന്നെ ഏറ്റവും അവസാന സെമിസ്റ്ററിൽ കിട്ടിയിട്ടുള്ള മാർക്ക്, ഇതൊക്കെ വെച്ച് അറ്റൻഡൻസ് ഒക്കെ വെച്ച് ഇന്റേണൽ മാർക്ക് നൽകാം എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റ് ചില ഡിപ്പാർട്ട്മെന്റുകൾ എന്തായാലും ഈ ഇന്റേണൽ എക്സാം കൂടി നടത്തണം എന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് വലിയ ആശങ്കയാണ്. കാരണം 15 ദിവസം മുൻപ് ഈ അക്കാദമിക് ഇയർ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും മറ്റ് വിശദാംശങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിശദീകരണമോ ഒന്നും തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നില്ല. ഇത് മാത്രമല്ല, യൂണിവേഴ്സിറ്റി നൽകിയ ഒരു നിർദ്ദേശത്തിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ പറയാതെ ഉള്ള ഒരു റിലീസാണത്. ആ റിലീസിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഏപ്രിൽ 30 അക്കാദമിക് ഇയർ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്, മറ്റ് ചില ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ, HODമാർ വിദ്യാർത്ഥികൾക്ക് നൽകിയ മെയിലാണ് ഈ കാര്യം പറയുന്നത്. പാചകവാതക പ്രതിസന്ധിയുണ്ട്, അത് VCയുമായുള്ള യോഗത്തിന് ശേഷം പല വിദ്യാർത്ഥികൾക്കും നൽകിയ മെയിലാണ്. അതിൽ പറയുന്ന കാര്യമാണിത്. പാചകവാതക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ക്യാൻറ്റീൻ അതുപോലെ തന്നെ ഹോസ്റ്റലൊന്നും തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഏപ്രിൽ 30 അക്കാദമിക് ഇയർ അവസാനിക്കുന്നു. അത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് നമുക്കറിയാം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അടുത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വളരെ വേഗത്തിൽ വീടുകളിലേക്ക് പോകുക എന്ന് പറയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം തീർക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ ഏപ്രിൽ 9 പുതുച്ചേരി തെരഞ്ഞെടുപ്പാണ്, ഏപ്രിൽ 23 കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതൊക്കെ വോട്ട് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അവകാശ നിഷേധമാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും നാളെ മുതൽ SFI അവിടെ സമരം ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി സർവകലാശാല എടുക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഒരു പ്രതീക്ഷ. ഇതില്ല. ശരി, മനീഷ് മൂർത്തി വിവരങ്ങൾ നൽകിയത്. പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിലാണ് അസാധാരണമായ സാഹചര്യം. വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. നാളെ മുതൽ സമരം ആരംഭിക്കാൻ ആലോചിക്കുകയാണ് SFI. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.